പക്ഷെ അത് മുഹറം 1 തങ്ങൾ കാലുകുത്തിയ ദിവസം റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12 തങ്ങൾ ജനിച്ചതും റബീഉൽ അവ്വൽ 12 വേറെ അഭിപ്രായം ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് വസ്വാസാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുണ്യനബി തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ നടന്നത് റബീഉൽ അവ്വൽ 12 തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന് അസുഖമുള്ള ചില ആൾക്കാരുണ്ട്. അവർക്ക് വസ്വാസാക്കൽ ആവശ്യം. ജനങ്ങൾ പുണ്യമായി മനസ്സിലാക്കിയ ഒരാശയത്തെ വസ്വാസാക്കിയിട്ട് വീഡിയോ ഉണ്ടാക്കി വിടുക ഒരു ഹോബിയാണ്. പല ഹോബി ഉണ്ടല്ലോ. ചിലരുടെ ഹോബി അതാണ് വസ്വാസാക്കുക. എന്നിട്ട് പറയാം അത് അന്നല്ല, അത് മുഹറം 10 എന്ന് പറയാം. 27 അല്ല ഖുർആൻ ഇറങ്ങിയത് റമദാൻ 12 ഇങ്ങനെ വെറുതെ അങ്ങ് പറയാം. അവിടെ ഉലമാഇന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, ഈ ഹദീസുകളെ അവരെങ്ങനെയാണ് വിശകലനം ചെയ്തിട്ടുള്ളത്, ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ഹദീസുകൾ വെച്ചിട്ട് പച്ചയിൽ അർത്ഥം പറഞ്ഞിട്ട് അങ്ങോട്ട് ജനങ്ങളെ വസ്വാസാക്കുക, എന്നിട്ട് ഈമാൻ തകരാറിലാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് വലിയൊരു ദുരന്തമാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ യൗമൽ ഇത്നൈനി الثاني عشر മിൻ റബീഉൽ അവ്വൽ, അത് റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്ന് മാത്രമല്ല അതൊരു തിങ്കളാഴ്ചയുമായിരുന്നു. ഡേറ്റിനാണ് ഇവിടുത്തെ പ്രാധാന്യം. അത് 12 റബീഉൽ അവ്വൽ 12 അന്ന് തിങ്കളാഴ്ചയുമായിരുന്നു. സനായ മദീനയുടെ പരിസരത്ത് വെച്ച് സനിയത്തുൽ വദാ, ഒരുപാട് കൊച്ചു കുന്നുകൾക്കാണ് സനിയ എന്ന് പറയാം. അതുകൊണ്ടാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. സനിയകളിൽ കുന്നിൻപുറങ്ങളിൽ സനിയത്തുൽ വദാഇലടക്കം സ്വഹാബിമാർ നിബിതങ്ങൾ വരുന്നുണ്ടോ, ഹബീബെത്തിയോ, ഹബീബെത്താറായിട്ടുണ്ടോ, എസ്കോട്ടുകളില്ല നിബിതങ്ങൾക്ക്, യാത്രയെ ട്രാക്ക് ചെയ്യാൻ ലൈവ് ലൊക്കേഷൻ മാപ്പുകളില്ല അന്ന്, ഫോൺ കോളുകളില്ല അന്ന്. പുണ്യനിബിതങ്ങൾ വരുമോ എന്ന് എല്ലാ ദിവസവും മദീനയുടെ പരിസരങ്ങളിലുള്ള കുന്നിൻപുറങ്ങളിൽ അവർ കാത്തിരുന്ന് നോക്കി നിൽക്കും. ചൂട് വന്ന് നട്ടുച്ച വെയിൽ വന്ന് തല പതക്കുന്നവരെ സ്വഹാബിമാർ മദീനക്കാർ ഹബീബിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്താറായോ എന്ന്. ഇത് അത്ഭുതം എന്താണെന്നറിയോ? തങ്ങൾ ആദ്യം കണ്ടതൊരു ജൂതനാണ്. സനായകളിലൊക്കെ കുന്നിൻപുറങ്ങളിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഈത്തപ്പനയോലകൾ പിടിച്ച്, തെങ്ങിൻ്റെ കതിരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ സ്വീകരണം കൊടുക്കുക. പഴയ കാലത്ത് ആഘോഷങ്ങളിലൊക്കെ തെങ്ങിൻ കതിര് കൈപിടിക്കുന്ന പോലെ ഈത്തപ്പനയുടെ കതിരോലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനക്കാർ ഹബീബിനെ കാത്തിരിക്കുമ്പോഴാണ് തിങ്കളാഴ്ച ദിവസം നട്ടുച്ച നേരത്തെ നിബിതങ്ങളെ അന്നും കാണാതെ നിരാശയായി മദീനക്കാരായ അൻസ്വാരികൾ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുന്ന ജൂതനായ മനുഷ്യൻ വിളിച്ചു പറയുന്നത്, റഅയ്തുൽ ബയാദ്, വെള്ളവസ്ത്രം ധരിച്ചു വരുന്ന വെള്ളവസ്ത്രം ഞാൻ കാണുന്നുണ്ട്. അത് ഹബീബായിരുന്നു, അത് റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബനീ ഖൈല, അൻസ്വാരികളെ, മദീനക്കാരെ, ഹാദാ സഅദുകുമുല്ലദീ തൻതളിറൂനഹു, നിങ്ങൾ കാത്തിരുന്ന സന്തോഷം ഇതാ വന്നിരിക്കുന്നു. അജൂതം പറഞ്ഞ വാക്കാണത്. സന്തോഷം ഇതാ വന്നിരിക്കുന്നു. ഹാദാ സഅദുകുമുല്ലദീ തൻതളിറൂനഹു. പുണ്യനിബിതങ്ങൾ കടന്നു വരുമ്പോഴേക്കും മദീനയുടെ സനിയകൾക്കും പുറങ്ങളിൽ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ ബൈത്തുകൾ ഉരുവിടാൻ തുടങ്ങി. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ ما دعا لله داعي أيها المبعوث فينا
ജിഇത ബിൽ അംറിൽ മുതാഇ ജിഇത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. പടച്ചവനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വന്നവരെ നബിയേ, യാ ഖൈറ ദാഇ, മനുഷ്യരെ പടച്ചവനിലേക്ക് ക്ഷണിക്കാൻ വന്നവരായ നബിയേ, മർഹബൻ 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 യാ ഖൈറ ദാഇ, സ്വാഗതം നബിയേ, സ്വാഗതം സ്വാഗതം. ബനി അംർ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ കബീലയുടെ ഉപകബീലയാണത്. ബനി അംർ ഇബ്നു ഔഫിന്റെ കബീലയുടെ ഈത്തപ്പന തോട്ടമുണ്ട് തൊട്ടടുത്ത്. അവിടെ ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർ ഹബീബിനെ കണ്ടിട്ടില്ല, മുമ്പ് കണ്ട് പരിചയമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, റസൂലുണ്ട്. ആരാണിതിൽ പുണ്യ റസൂൽ? പെട്ടെന്നറിഞ്ഞില്ല. ഒട്ടകപ്പുറന്ന് താഴെ ഇറങ്ങിയപ്പോ ഫഇദാ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു യുദില്ലുഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടപിടിച്ച് പുണ്യനബി ഞങ്ങൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ കൊടപിടിച്ച് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവരറിഞ്ഞു, ആർക്ക് വേണ്ടിയാണോ ഇവര് കൊടപിടിക്കുന്നത് ആ തണലിൽ കഴിയേണ്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടവിടെ, മുസ്ലിമീങ്ങളുണ്ടവിടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു തുടങ്ങി. ആ ഹദീത്ത് ഒരുപാട് നമ്മൾ കേട്ടതായിരിക്കും. അഫ്ഷുസ്സലാം, ജനങ്ങളെ സമാധാനം പ്രചരിപ്പിക്കണേ, സലാം പറയണേ. അത്ഇമുത്ത്വാം, നിങ്ങൾ അന്നദാനം ചെയ്യണം, ഭക്ഷണം കൊടുക്കണം ജനങ്ങൾക്ക്. സ്വിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുതേ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. സുല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം, രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു മസ്ജിദിന് തറക്കല്ലിട്ടു. ആ മസ്ജിദിന്റെ പേരാണ് മസ്ജിദ് ഖുബാ. അതാണ് ഖുബാ മസ്ജിദ്. എൻ്റെ ഖുബായിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുത്ത് വന്ന് എൻ്റെ ഖുബായിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് ഒരു ഉംറ ചെയ്ത കൂലിയുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞ ഖുബാ മസ്ജിദ്. ആ ഖുബാ പള്ളിക്ക് പുണ്യനബി തങ്ങൾ എല്ലാ ശനിയാഴ്ചയും രാവിലെ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയിൽ നിന്ന് ഖുബാ പള്ളിയിലേക്ക് ഹബീബ് നടന്നു പോകുമായിരുന്നു. ഇപ്പൊ മദീന പള്ളിയിൽ നിന്ന് ഖുബയിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹാജിമാർക്ക് വേണ്ടിയിട്ട്, നടന്നു പോകാം. ഖുബാ മസ്ജിദ്, ആ മസ്ജിദിന്റെ നിർമ്മാണം പെട്ടെന്ന് തീർന്നു. ആ പരിശുദ്ധമായ പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് നിസ്കാരം തുടങ്ങിയത്. പള്ളിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച തന്നെയാണല്ലേ? തിങ്കളാഴ്ചയാണ്. അത് വലിയൊരു ഇത്തിഫാഖാണ്. അത് തീരുമാനിച്ചതാണ്, ആ ഒരു സുന്നത്തനുസരിച്ച് ചെയ്തായിരിക്കും ചിലപ്പോൾ. തിങ്കളാഴ്ചയാണ് ഖുബാ പള്ളിയിൽ നിസ്കാരം നബി തങ്ങൾ തുടങ്ങിക്കൊടുത്തത്. ഖുബാ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത് തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ചയും തങ്ങൾ നിസ്കരിച്ചു, ബുധനാഴ്ചയും 5 നേരം നിസ്കരിച്ചു, അവിടെ വ്യാഴാഴ്ചയും നിസ്കരിച്ചു, വെള്ളിയാഴ്ച സുബ്ഹി നിസ്കരിച്ചു, ദുഹായും നിസ്കരിച്ചിട്ട് നബി തങ്ങൾ യാത്ര പോയി മദീനയുടെ പരിസരത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമഅയുടെ നേരമാകുമ്പോൾ അംർ ഇബ്നു ഔഫ് ബനി അംർ ഇബ്നു ഔഫ് ഖബീലയുടെ തോട്ടത്തിനരികിലൂടെ കടന്നു വരുമ്പോൾ ബനു സാലിമിൽ ഹബില എന്ന് പറയുന്ന ഗോത്രത്തിന്റെ അരികത്തെത്തിയപ്പോൾ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് ജുമഅക്ക് വാങ്ക് വിളിക്കാൻ പറഞ്ഞു. പുണ്യനബി തങ്ങൾ മദീനയിൽ വെച്ച് തങ്ങൾ ആദ്യമായി നിസ്കരിച്ച ജുമുഅ എന്ന് പറയുന്നത് ഖുബാ പള്ളിയുടെ തൊട്ടരികത്ത് കാണുന്ന മറ്റൊരു മസ്ജിദാണ്. ഇന്നവിടെ മസ്ജിദുൽ ജുമുഅ എന്നതിനറിയപ്പെടുന്നു. മദീനയിൽ തന്നെ ഖുബാ പള്ളി നോക്കിയാൽ കാണുന്നിടത്ത് അവിടെയാണ് ഹബീബ് അന്ന് ജുമുഅ നിസ്കരിച്ചത്. മക്കയിലുള്ളപ്പോൾ ഫർളാക്കിയിട്ടുണ്ട്, പക്ഷെ മക്കയിൽ മുസ്ലിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു, ആക്രമിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് ഹിജ്റ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ ജുമുഅ നിസ്കരിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഉമാമ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹും മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരും മദീനക്കാർക്ക് വേണ്ടി ഇമാമ് നിന്നിരുന്നു. ഹബീബ് വരുന്നതിന് മുമ്പ് തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് പരിശുദ്ധമായ ഖുബാ പള്ളി നിൽക്കുന്ന ഇടം. ഇവിടൊക്കെ പോയി നിസ്കരിക്കാനും കാണാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബിൻ്റെ ബിഇറുൽ ഖാത്തം എന്ന് പറയുന്ന നബി തങ്ങളുടെ ഒരു മോതിരം വീണുപോയ ഒരു കിണർ ഖുബാ പള്ളിയുടെ മെഹ്റാബിൻ്റെ സൈഡിൽ ഇന്നതൊക്കെ ബോർഡ് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ അത്ഭുതമാണത്. മുമ്പൊക്കെ അറിയില്ല എന്ന് പറഞ്ഞിരുന്ന അതേ ഉദ്യോഗസ്ഥന്മാർ അത് ഇവിടെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. ഇവിടെ നോക്കണം, അള്ളാഹു കൊണ്ടുവന്ന റബ്ബിൻ്റെ ഒരു രീതി നോക്കണം. അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളെ അവർ ഒരു മഴദൂര്യങ്ങളായിരിക്കും. 2000 സ്ഥലങ്ങൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ്. പുണ്യസ്ഥലങ്ങളായ ഹബീബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2000 ലൊക്കേഷനുകൾ ഇനി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വരുന്നവർക്ക്, സന്ദർശകർക്ക് തുറന്നു കൊടുക്കാൻ പോവുക. സൗദി അറേബ്യയുടെ നാനാഭാഗങ്ങളിലായി കിടക്കുന്ന പുണ്യ ഹബീബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ആർക്കും അറിയും. മുമ്പ് അറിഞ്ഞവരും ഉണ്ടൂല. അത് ശിർക്കായി പോവോ, അത് ഇസ്ലാമെന്ന് പുറത്തു പോവോ, ബിദ്അത്താണോ എന്ന് പറഞ്ഞ് നടന്നു. ആധാറുകൾ തേച്ചുമാച്ചു കളഞ്ഞു. ആധാറുകൾ നിലനിർത്തണമെന്ന് പറയാൻ ആ മഖാം ഇബ്രാഹിം അല്ലാഹു തആല വെച്ചു. അല്ലെങ്കിൽ ആ കല്ല് മാറ്റി വെച്ചൂടെ? ഇബ്രാഹിം നബിൻ്റെ കാലം കഴിഞ്ഞില്ലേ, ആ കല്ല് പിന്നെ എന്തിനാന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ചരിത്രം നിലനിൽക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളെ മായ്ച്ചു കളയരുത്. അതിനാ മഖാം ഇബ്രാഹിം അവിടെ വെക്കാൻ പറഞ്ഞത്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അത് തലമുറകൾക്ക് നൽകുന്ന സന്ദേശമാണത്. ഏൻഷ്യൻ്റ് സിറ്റികളുണ്ട്, പഴയ കാലത്തിൻ്റെ ചരിത്രങ്ങൾ അങ്ങനെ വിളിച്ചോതുന്ന നഗരങ്ങളാണ്. യൂറോപ്പിലൂടെ യാത്ര ചെയ്തവർ, വെസ്റ്റേൺ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർ പോട്ടെ, മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ജെറൂസലേം തന്നെ പോയി നോക്കൂ. 100, 200, 500, 800, 1000, 1500, 2000 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇന്ന് ജെറൂസലേമിലുണ്ട്. തുർക്കിയിലെ ഇസ്തംബൂളിലുണ്ട് 2000 കൊല്ലം പഴക്കമുള്ള കെട്ടിടം. അതാണ് അയാ സോഫിയ എന്ന് പറയുന്ന പള്ളി. 2000-നടുത്ത് 1600, 700 കൊല്ലങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ. എമ്മാതിരി കെട്ടിടങ്ങളാ, മാഷാ അല്ലാഹ്. ചരിത്രം നിലനിൽക്കണം, ആധാറുകൾ നിലനിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഒട്ടകം ഖസ്വാ എന്ന ഒട്ടകം മുട്ടുകുത്തി എവിടെ? അത് അത്ഭുതമുള്ള ഒട്ടകമാണ്. ആ ഒട്ടകത്തിൻ്റെ ചരിത്രം നമ്മൾ ഇന്നലത്തെ വേളയിൽ പറഞ്ഞിരുന്നു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ പരിപാടി ലൈവൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇന്നലെ പറഞ്ഞു തന്നെയല്ലേ എന്ന് തോന്നും, കുട്ടികളെയാണ്. ആ ഒട്ടകത്തിന് ഒരു മറ്റൊട്ടകങ്ങളെ പോലെ അല്ല അത്. പരിശുദ്ധമായ ഹബീബിൻ്റെ ഖസ്വാ എന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ബനു നജ്ജാർ ഗോത്രക്കാരായ ആളുകളോട് ചോദിച്ചു, യാ ബനു നജ്ജാർ സാമിനൂനി ജിദാറകും ഹാദാ. ബനു നജ്ജാരികളെ, ഈ ഒട്ടകം മുട്ടുകുത്തിയ ഈ സ്ഥലം നിങ്ങൾ എനിക്ക് വിൽക്കുമോ? ഞാൻ നിങ്ങൾക്കതിന് വില തരാം. അതാ ഹബീബിൻ്റെ വെറുതെ തരുമെന്ന് ഞങ്ങൾ ചോദിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പൈസ തരാം. ഹബീബിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. തങ്ങളത് മുസ്ലിമീങ്ങളോട് പറയും, എല്ലാവരും ഓരോരുത്തരുടെ വിഹിതം കൊടുക്കും, എന്നിട്ട് ആ പൈസ പേയ്മെന്റ് ചെയ്യും. ബനു നജ്ജാറുകൾ പറഞ്ഞു, നബിയേ വല്ലാഹി ലാ നബീഉഹു ബിഥമനിൻ. പുണ്യ റസൂലേ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും അത് വിൽക്കില്ല നബിയേ, ഞങ്ങൾ വെറുതെ തരാം. പൈസ വേണ്ട നബിയെ, അങ്ങേക്ക് ഞങ്ങൾ വിൽക്കുകയോ? തങ്ങൾ ചോദിച്ചത് ഞാൻ വിലക്ക് വാങ്ങട്ടെ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുശ്രിക്കുകളായ ആളുകളുടെ ഖബറുകൾ ഉണ്ടായിരുന്നു. ആ ഖബറുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞു നബി തങ്ങൾ. അതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി. ആ ശ്മശാനം നിലനിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു അത്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. വൃത്തിയാക്കിയം പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമറ ബിന്നഖ്ലി ഫഖുതിഅ. അവിടെ ഈത്തപ്പനയുണ്ടായിരുന്നു, ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. മസ്ജിദിന്റെ നിർമ്മാണങ്ങൾക്ക് വേണ്ടി ആ ഈത്തപ്പനകളിൽ പലതിനെയും നബി തങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വഴിതടസ്സം ഉണ്ടെങ്കിൽ അതിപ്പോൾ തെങ്ങല്ലേ, അതിപ്പോൾ എങ്ങനെ വാപ്പ കുഴിച്ചിട്ട തെങ്ങല്ലേ, അതിപ്പോൾ മോനെ പറിക്കണ്ട അവിടെ നിന്നോട്ടെ, എന്നിട്ട് വരുന്ന വണ്ടി മുഴുവൻ മുട്ടുകയാണ്. എല്ലാ വണ്ടിയും കുത്തി ഞെളുങ്ങാണ്. തെങ്ങല്ലേ, തെങ്ങ് തന്നെയാണ്. അത് ഒരിക്കലും ചക്കയും മാങ്ങി ആവൂല. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, മുറിച്ച് കളയണതാണ്.
മസ്ജിദിന് വേണ്ടി നഖലകളെ, ഈത്തപ്പനകളെ നബി തങ്ങൾ മുറിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കായ്ക്കുന്ന സാധനം, അത് കൃഷിയാണ്, വരുമാനമാണ്. പക്ഷേ മസ്ജിദ് എന്നത് അതിലും വലിയ ആവശ്യമാണ്. പ്രയോറിറ്റൈസ് ചെയ്തു എന്നാണ് പറയുക. കാര്യങ്ങളെ മുൻഗണനാക്രമത്തിനനുസരിച്ച് മനസ്സിലാക്കണം. മുറിക്കേണ്ടത് മുറിച്ചു മാറ്റണം, അതിന് പകരം നട്ടുപിടിപ്പിക്കും വേണം. അവിടെ കണ്ടില്ല, ഈത്തപ്പനകൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പനകൾ എത്രയായിരം 12,000-ലേറെ കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ ഈത്തപ്പനകളൊക്കെ യാത്ര ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് കുടിക്കാനൊക്കെ കൊടുക്കണില്ലേ? വെള്ളം കൊടുക്കണം, ദാഹിച്ചിട്ടുണ്ടാവും. അതൊരു അറേബ്യയുടെ ആ ഒരു ചുറ്റുപാടിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മസ്ജിദിൻ്റെ പരിസരത്തിലേക്ക് എത്തുമ്പോൾ ഹബീബ് ഇഷ്ടപ്പെട്ട വൃക്ഷമാണത്. വിധങ്ങൾ പറഞ്ഞു, വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട്, അത് സത്യവിശ്വാസിയെ പോലെയാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ച കൗതുകകരമായ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉത്തരം അലാ വഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെങ്ങല്ല എന്നാ, അല്ലെങ്കിൽ പിന്നെ തങ്ങൾക്ക് പറയായിരുന്നല്ലോ, തങ്ങൾക്ക് വഹി കിട്ടൂലേ, അത് തെങ്ങ്, അത് നമ്മുടെ നാട്ടിലില്ല, അത് വേറെ നാട്ടിലാണ്, നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷേ തങ്ങൾ പറഞ്ഞത് ഈത്തപ്പനയാണ്. കാരണം ഇതിൻ്റെ ഇല കൊഴിയൂല. അത് നമ്മൾ വെട്ടിയിട്ട് ക്ലീനാക്കുക എന്നല്ലാണ്ട് അതായിട്ട് എത്ര ഉണങ്ങിയാലും ഇതിൻ്റെ എന്താ പറയുന്നത്, മടലോ മട്ടേ, അതിൻ്റെ മട്ടൽ അല്ലേ, അത് വീഴൂല, താഴെ വീഴൂ. തെങ്ങൊക്കെ താഴെ വീഴൂലേ? തേങ്ങ താഴേക്ക് വീണ് തലക്ക് പറ്റുന്നില്ല പരിക്ക്. പിന്നെ കുറച്ച് വെള്ളം കൊടുത്താൽ കുറേ കാലം നിൽക്കുന്ന സാധനമാണിത്. പിന്നെ നല്ല ചൂടിൽ, കത്തുന്ന ചൂടിൽ നല്ല മധുരമുള്ള പഴം തരുന്ന സാധനമാണിത്. ഇതൊക്കെ ഒരു മുഅ്മിൻ്റെ പ്രത്യേകതയാണെന്ന. കടുത്ത പരീക്ഷണത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ നല്ല വാക്കേ പറയൂ, നല്ലതേ പ്രവർത്തിക്കൂ. അതുകൊണ്ടൊരു മുഅ്മിനിൻ്റെ സ്വഭാവമുള്ള, നിവർന്നു നിൽക്കുന്ന, അന്തസ്സുള്ള ഒരു വൃക്ഷമാണിത്. ഇത് വിശ്വാസിയുടെ സ്വഭാവം പോലെയാണ് ഈ വൃക്ഷമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുബാ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞു. ആ പള്ളിക്ക് കല്ലുകൾ കൊണ്ടുവന്നത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരും. അന്ന് ഓരോ കല്ല് ഒരാൾ ഒരു കല്ല് കൊണ്ടുവരാ. അന്ന് 2 കല്ല് കൊണ്ടുവന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. വാപ്പ ഷഹീദാണ്. അമ്മാർ എന്നവർ മക്കയിൽ മുശ്രിക്കുകൾ നിഷ്ഠൂരമായി മഹാനായ അമ്മാർ എന്നവരുടെ ഉപ്പയെ, യാസിർ എന്നവരെ വധിക്കുകയുണ്ടായി. അമ്മാർ എന്നവരുടെ ഉമ്മയാണ് സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ. അവരെയും നിഷ്ഠൂരമായി, ഉമ്മയും വാപ്പയും ഷഹീദുകളാണ്. ആ 2 ഷഹീദുകളായ മാതാപിതാക്കളുടെ മോനാണ് ഈ അമ്മാർ എന്നവർ. ഖുബാ പള്ളിക്ക് വേണ്ടി 2 കല്ല് കൊണ്ടുവന്നു. ബാക്കിയുള്ള സ്വഹാബികളൊക്കെ ഓരോ കല്ല് കൊണ്ടുവന്നിട്ടുള്ളൂ. അമ്മാർ ഇബ്നു യാസിർ എന്നവർ കാന യഹ്മിലു ലബിനതൈൻ 2 കല്ലുകൾ കൊണ്ടുവന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ അനുയായികൾ റസൂലുള്ളാഹി തങ്ങൾ കല്ല് കൊണ്ടുവരുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അങ്ങ് മദീനയിലേക്ക് ഇത്രയും വലിയ ദൂരം യാത്ര ചെയ്തു വന്ന് തളർന്നിരിക്കുകയല്ലേ നബിയേ, അങ്ങ് പോയി ഇരുന്നോളൂ റസൂലേ, പള്ളിയുടെ പണി ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ചെയ്യാൻ നബി, അങ്ങ് പോയിരിക്കൂ. ഞങ്ങൾ പറഞ്ഞു, ഹംസ തങ്ങളോട് പറഞ്ഞു, ഹംസ, എൻ്റെ അളാപ്പയായ ഹംസ തങ്ങളെ, അധ്വാനമെന്ന് പറയുന്നത് ആരാധനയാണ്. വല്ലാത്തൊരു വാക്കല്ലേ അത്. വർക്ക് ഈസ് എ വർഷിപ്പ്. അധ്വാനം എന്ന് പറയുന്നത് ആരാധനയാണ്. പണിക്ക് പോവാന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. മടി പിടിച്ച് കിടക്കരുത്, ജോലിക്ക് പോവണം. അത് അധ്വാനിക്കുന്നത് ആരാധനയാണ്. ഞാനെന്താ കൊണ്ടുവരും, എന്താ കുഴപ്പം? അപ്പൊ ഹംസ തങ്ങൾ ചോദിച്ചു, നബിയെ, അങ്ങേക്ക് എത്ര വയസ്സായി? അങ്ങേക്ക് 53 കഴിഞ്ഞില്ലേ നബിയെ? അതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം നബിയെ. അപ്പൊ നബി തങ്ങൾ അങ്ങോട്ട്, ഹംസ, അങ്ങക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. 2 ആൾക്കും ഏകദേശം ഒരേ വയസ്സാണ്. അപ്പൊ ഹംസ തങ്ങൾ അധ്വാനിക്കണില്ലേ, അപ്പൊ ഞാൻ അധ്വാനിക്കട്ടെ എന്ന്. തങ്ങൾ കല്ലുകൾ കൊണ്ടുവന്ന് തങ്ങളുടെ കൈകൊണ്ട് തങ്ങളുണ്ടാക്കിയ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ പള്ളിയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഏറ്റവും നല്ല ശുദ്ധമായ നിയ്യത്തിൽ ഉണ്ടാക്കിയ മസ്ജിദ്. ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ നല്ല നിയ്യത്ത് വേണം. എന്താ നിയ്യത്ത്? നമ്മളെ പ്രസ്ഥാനത്തിന് ഒരു എതിർക്കൂട്ടാവട്ടെ, മറ്റിടത്തേക്ക് ആരും പോകരുത്, അതൊന്നും ചിന്തിക്കണ്ട. ഓരോ മസ്ജിദിനും അതിൻ്റെ അഹലുകാരെത്തും.
അതിനെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കും. നീയത്ത് അള്ളാഹിൻ്റെ ഇബാദത്തിന് ഉണ്ടാക്കുക, ഒരു ഫിത്തനയ്ക്ക് വേണ്ടി ഉണ്ടാക്കരുതെന്ന്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കണ്ട. അങ്ങനെ വല്ല ബസ് സ്റ്റോപ്പങ്ങി ഉണ്ടായിക്കോ. പള്ളി ഉണ്ടാക്കിയിട്ട് ഫിത്തന ഉണ്ടാക്കണം എന്തിനാ അത്രയും പൈസ ചിലവാക്കിയിട്ട്? അള്ളാഹിൻ്റെ കോപം വാങ്ങിക്കേണ്ട കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മുസ്ലിമീങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ വേണ്ടി മസ്ജിദുൽ ഖുബാ പള്ളിക്ക്, ഖുബാ മസ്ജിദിന് പാരയായിട്ട് അന്നത്തെ മുനാഫിഖുകൾ എപ്പോഴാണ് ചെയ്തെന്നറിയോ? തങ്ങൾ വഫാത്താകുന്നതിൻ്റെ അടുത്ത്. എന്നാൽ തബൂക്ക് യുദ്ധം കഴിഞ്ഞ ഉടനെ ഈ സംഭവം നടക്കുന്നത്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തങ്ങൾ അധികം ജീവിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ മദീനയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വിടവുണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ കപടവിശ്വാസികൾ ഒരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് തങ്ങൾ വരണമെന്ന് പറയുകയും ചെയ്തിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പോകാനിരിക്കുമ്പോഴാണ് വഹി വരുന്നത്. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ആ പള്ളിയിൽ അങ്ങ് നിസ്കരിക്കരുത് നബിയേ. എന്താ കാരണം എന്നറിയോ? ഉണ്ടാക്കിയ ലക്ഷ്യം മോശമായിരുന്നു. ഫിത്ന ഉണ്ടാക്കിയത് നമുക്കൊന്ന് കൂടാൻ, നമുക്കെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പണിയായിരുന്നു അത്. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാനും വിഭജനമുണ്ടാക്കാനും. നബിയേ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ, അങ്ങ് മദീനയിലേക്ക് കാലുകുത്തിയ ആദ്യ ദിവസം തന്നെ അള്ളാഹുവിൻ്റെ തഖ്വയിൽ സ്ഥാപിതമായ ഒരു പള്ളിയുണ്ടല്ലോ, മസ്ജിദ് ഖുബാ. ആ പള്ളിയിലാണ് അങ്ങ് നിസ്കരിക്കേണ്ടത്, ഈ മസ്ജിദ് ളിറാറിലല്ല. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, മനസ്സ് ശുദ്ധി വരുത്താൻ, റൂഹിനെ കഴുകി ശുദ്ധിയാക്കാൻ, ആത്മാവിനെ ശുദ്ധിയാക്കാൻ, തർബിയത്ത് കിട്ടാനും തസ്കിയത്ത് കിട്ടാനും, റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കാനും, ഹബീബിനെ കാണാനും, ഹബീബിന്റെ ഉറുദികൾ വഅദുകൾ കേൾക്കാനും, ഹദീത്ത് പഠിക്കാനും, ഖുർആൻ പഠിക്കാനും എന്ന ലക്ഷ്യത്തോടുകൂടെ ആ മസ്ജിദിൽ വരുന്ന എത്ര നല്ല പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാർ വന്നു പോകുന്ന പള്ളി, ആദ്യ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിതമായ പള്ളി, ആ പള്ളിയിൽ അങ്ങ് നിസ്കരിച്ചാൽ മതി നബിയേ, ഈ ളിറാർ എന്ന മസ്ജിദിൽ പോകരുത്. ആ പള്ളിയാണ് പിന്നെ ചുട്ടുകരിക്കാൻ പറഞ്ഞത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നറിയോ? ഒരു പള്ളി സ്ഥാപിക്കലല്ല വിഷയം, അതുകൊണ്ടൊരു ഫിത്നയുണ്ടാവുകയാണെങ്കിൽ ആ ഫിത്നയെ ഇല്ലായ്മ ചെയ്യലാണ് ഈ പള്ളിയെക്കാളും വലിയ വിഷയം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുറച്ചൊക്കെ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഇല്ലാണ്ടായി പോട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ബീഹാറിലും കശ്മീരിലും എൻ്റെ ഉസ്താദ് വന്നിട്ടുണ്ട് ഇവിടെ, ഇഷ്തിയാഖ് അഹമ്മദ് നദവി ഉസ്താദ്. അദ്ദേഹം UP-കാരനാണ്. ഉസ്താദ് റായ്ബറേലിയിലാണ്. എനിക്ക് ദാറുൽ ഹുദയിൽ ഉറുദു പഠിപ്പിക്കാൻ ഞാൻ പഠിച്ചിരുന്ന കാലം 2 വർഷം എനിക്ക് ഉറുദു ഭാഷ ഞങ്ങൾക്ക് പഠിക്കാൻ അന്ന് ഉസ്താദായിട്ട് ജോലി ചെയ്തിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ ഹുദവി ഉസ്താദിൻ്റെ മോളുടെ കല്യാണത്തിന് വന്നതാണ്. എൻ്റെ കൂടെയാണ് താമസം, എൻ്റെ വീട്ടിലാണ്. മറ്റന്നാൾ ഉസ്താദ് പോകും, ഞാൻ നാളെ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ പള്ളികൾ കാണണം. നമ്മളതിനെ എന്തെന്നാ വിളിക്കുക? എന്താണതിൻ്റെ അവസ്ഥ? കരണ്ടില്ല, ഒരു പായയില്ല, വൃത്തിയാക്കാൻ ആളില്ല, ഒരു കെട്ടിടമില്ല. വല്ലാത്ത ശോചനീയമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇവിടെ നമ്മൾ തർക്കിക്കാൻ ഉപയോഗിക്കുന്ന പൈസ അവിടെ കൊടുത്താൽ എത്രയോ ആളുകൾക്ക് ജുമുഅ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാഹ്. ദാറുൽ ഹുദയുടെ സന്തതികൾ, ഹുദവി ഉസ്താദുമാർ, അവരുടെ നേതൃത്വത്തിൽ അല്ലാത്ത ഒരുപാട് സംഘടനകൾ, കൂട്ടായ്മകൾ വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഗുജറാത്തിലും കശ്മീരിലും ബീഹാറിലും ഒരുപാട് ദീനിൻ്റെ സംരംഭങ്ങൾ, മസ്ജിദുകൾ, മദ്രസകൾ, സ്കൂളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിങ്ങൾ ഭാഗവാക്കുകളാകണം. സാന്ദർഭികമായിട്ടുണ്ട്, തെമീംകാക്കത് അറിയാം, അതിൻ്റെ സംരംഭങ്ങളിലൊക്കെ വലിയ സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ എല്ലാവരും ഒന്ന് നമ്മൾക്ക്
ഓരോരുത്തരും അതിൽ ഭാഗവാക്കുകളായി അതിൻ്റെയൊക്കെ കൂലി കിട്ടൂലേ?